ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് മന്ത്ലി റീഡിംഗ് എന്ന് വെച്ചാൽ ഫെബ്രുവരിയുടെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് മാച്ച് ആവില്ല. അപ്പോൾ മാച്ച് ആവണ മെസ്സേജസ് എടുക്കുക, മാച്ച് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പ്രൈവറ്റ് റീഡിങ്സ് ആണ്, പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്, നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എഴുതിയിട്ടുണ്ട്. അതല്ലാണ്ട് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഞാൻ അതിൻ്റെ ഹാൻഡിൽ മുകളിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം, ഫോളോ ചെയ്യാം. അവിടെയും ഞാൻ ഡെയിലി റീഡിങ്സ് ഇടാറുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം, മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് നമ്മൾക്ക് അവിടെ നിങ്ങളുടെ മെസ്സേജസിൽ നോക്കാം, എന്താ മെസ്സേജസ് പറയണമെന്ന്. ഫെബ്രുവരി മെസ്സേജസ് എന്താണെന്ന് അവിടെ നോക്കാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരിക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ പാസ്റ്റിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ്, കറണ്ട് എനർജിയിൽ 2 ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയാണ് 10 ഓഫ് സോഡ്സ്, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, അഡ്വൈസ് നിങ്ങൾക്ക് വേൾഡ് ആണ്, ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടറിൽ ഹെർമിറ്റ് ആണ്, ആൻഡ് ഔട്ട്കം ഈ കാർഡ്. ഇത് നമ്മൾക്ക് എണ്ണിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് ഓവറോൾ എനർജി. ഓക്കെ, അപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു ട്രാവൽ ചെയ്യണ പേഴ്സൻ്റെ എനർജി ആവാം. നിങ്ങൾ ഈ മാസം കുറേ ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. അതല്ല വെച്ചാൽ മേ ബി ട്രാവൽ ചെയ്യേണ്ടി വരും ഈ മാസം. അതല്ല വെച്ചാൽ ഇത് പാഷൻ്റെ എനർജിയും കൂടിയാണ്. കുറേ പാഷനറ്റ് എനർജിയാണ് ഇത്. നിങ്ങൾക്ക് കുറേ എനർജി ഉണ്ടാവും ഈ മാസം, കുറേ എൻതൂസിയാസം ഉണ്ടാവും, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. എല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും. ഇതൊരു റിലേഷൻഷിപ്പിലും പാഷൻ ആയിരിക്കാം. ഇതൊരു യങ് എനർജിയാണ്. അപ്പോൾ കുറേ ഒരു യൂത്ത്ഫുൾ എനർജിയാണ് ഇത്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് വാൻഡ്സ് ചില സമയത്ത് ഒരു ഇൻ ആൻഡ് ഔട്ട് പേഴ്സൻ്റെ എനർജിയും ആവാം, കമ്മിറ്റ് ചെയ്യാത്ത പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഈ നൈറ്റ് ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? 9 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഈ മാസം ശരിക്കും എൻജോയ് ചെയ്യണു. എല്ലാ സ്ഥലത്തും ട്രാവൽ ചെയ്യുന്നുണ്ട്. കുറേ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് ഞാൻ കാണുന്നത്. വർക്ക് ട്രാവൽ ആയിരിക്കാം ഇത്. അതല്ല വെച്ചാൽ ഒരു ഫ്രീലാൻസർ ആണ് വെച്ചാൽ അതിനെ ആ ഫ്രീലാൻസിങ്ങിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് കുറേ ട്രാവൽ ചെയ്യണു, പക്ഷെ കുറേ എൻജോയ് ചെയ്യണു ലൈഫ്. ആൻഡ് ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ സിംഗിൾ അല്ലാച്ചാലും നിങ്ങൾ ഈ ട്രാവലിൻ്റെ കാരണം സെപ്പറേറ്റഡ് ആണ് നിങ്ങളുടെ ഫാമിലിയിൽ വെച്ചാൽ റിലേഷൻഷിപ്പിലാണ് വെച്ചാലും നിങ്ങൾ അത്ര അവരുടെ കൂടെ ഈ മാസം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ബിസിയാണ് നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ മറ്റേ കാര്യങ്ങൾ ആണ് കൂടുതൽ ഇവിടെ. ഞാൻ അവിടെയാണ് നിങ്ങളുടെ കൂടുതൽ ഉള്ളത്. ഹാങ്ഡ് വൺ ഒരു പോസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം മറ്റെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പോസ് ചെയ്യണു. പറഞ്ഞാൽ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അത്ര ഫോക്കസ് അല്ല. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ട്രാവൽ, അങ്ങനത്തെ പറഞ്ഞ ഒരു സെൽഫ് ബേസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ. 2 ഓഫ് പെൻറ്റിക്കിൾസ് പാസ്റ്റിൽ ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫും കരിയറിലും ഒരു ബാലൻസ് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം പേഴ്സണൽ ലൈഫിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. 2 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കുറേ ബിസി പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റിലും ഞാൻ കാണുന്നത് കുറേ ബിസി ആണ് നിങ്ങൾ. കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ.
ഇത് ഈ ചാലഞ്ചസ് റിലേഷൻഷിപ്പ് ചാലഞ്ച് ആയിരിക്കാം, അതല്ല വെച്ചാൽ വർക്ക് ചാലഞ്ച് ആയിരിക്കാം. അതിന്റെ കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. പറഞ്ഞ റിലേഷൻഷിപ്പ് സപ്പോർട്ട് ഇല്ല, ഫിനാൻഷ്യലി അത്ര നല്ലതായി പോയില്ല, എന്തോ പ്ലാൻ ചെയ്ത മാതിരി പോയില്ല. അപ്പോൾ മൊത്തം ഒരു നെഗറ്റീവ് എനർജി, ഒരു ലോ സെൽഫ് കോൺഫിഡൻസിന്റെ എനർജി ആയിരുന്നു പാസ്റ്റില്. ഇപ്പൊ കറണ്ട് എനർജിയിൽ 2 ഓഫ് വോൺസ് ആണ്. അപ്പൊ കറണ്ട് എനർജിയിൽ നിങ്ങളിപ്പോ ഫ്യൂച്ചറിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണു. ഇപ്പൊ ഫ്യൂച്ചറിൽ എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ, ഞാൻ പറഞ്ഞ മാതിരി ട്രാവലിന്റെ പ്ലാൻ ഉണ്ടാവും, പുറമെ പോകാനുള്ള പ്ലാൻ ഉണ്ടാവും, ഇല്ലച്ചാ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിന്, അത് ആയിരിക്കും നിങ്ങളുടെ പ്ലാൻ. ഇത് വർക്ക്ഔട്ട് ചെയ്യോ, ഈ റിലേഷൻഷിപ്പ് നടക്കുമോ, ഇതിൽ ഇഷ്യൂസ് ഉണ്ടാവുമോ, ഇത് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യോ, അങ്ങനത്തെയൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് എനർജിയാണ് നിങ്ങളുടെ ഈ സമയത്ത്. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കണേ. ആൻഡ് നിങ്ങൾക്ക് ഒരു ധൃതിയില്ല, ഈ റിലേഷൻഷിപ്പ് ഉണ്ടെച്ചാലും നിങ്ങൾക്ക് അതിനെ ഒരു മെല്ലെ മതി തീരുമാനിക്കുക, എന്താ വേണ്ടേ, കല്യാണം കഴിക്കണോ വേണ്ടേ, ഈ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയാൽ വർക്ക്ഔട്ട് ചെയ്യോ. അപ്പൊ അങ്ങനത്തെ കുറെ പ്ലാൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ നിങ്ങൾ ആ പ്ലാൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കണം കറണ്ട് എനർജിയിൽ. പക്ഷെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. അപ്പൊ എന്തോ ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് ഇതില്ല എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബിട്രിയലിന്റെ എനർജി കാണാണ്ട് 10 ഓഫ് സോഡ്സ് ഒരു എൻഡിങ്ങിന്റെ എനർജിയാണ്. അപ്പൊ എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്യണു ഫ്യൂച്ചറിൽ. പക്ഷെ നിങ്ങൾ ആ എനർജീനെ വിട്ടിട്ട് മുമ്പോട്ടാണ് പോണേ ലൈഫിൽ. ഞാൻ കാണുന്നത് മേ ബി നിങ്ങളൊരു വെർഗോയുടെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവാറില്ല, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ട്രാവൽഡ് എനർജി ആദ്യം കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവര് വേറെ ഒരു സ്ഥലത്ത് മാറണു. ഇതിപ്പോ പഠിപ്പിന് വേണ്ടിയിട്ടാണോ ജോലിക്ക് വേണ്ടിയിട്ടാണോ അതറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു റീലൊക്കേഷൻ കാണാണ്ട്. ആൻഡ് അതിന്റെ കാരണമായിരിക്കാം ഇവിടെ ഒരു എൻഡിങ് കാണുന്നത്. എന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ പേഴ്സണിന് വേറെ എവിടെയെങ്കിലും പുറമെയോ ഇല്ലാച്ച വേറെ സ്ഥലത്ത് മൂവ് ചെയ്യണം എന്നുണ്ടാവില്ല. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഒരു കരിയർ ഫോക്കസ്ഡ് പേഴ്സണിന്റെ എനർജിയാണ്. പക്ഷെ ഒരു ഫാമിലി ഫോക്കസ് പേഴ്സണിന്റെയും എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ മൂവ് ചെയ്യില്ല. ഓക്കെ, അവരുടെ അവരുടെ സ്ഥലത്ത് തന്നെ അവർ ഉണ്ടാവുക, പക്ഷെ അവർ നിങ്ങളുടെ കൂടെ മൂവ് ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ അതിന്റെ കാരണം കുറെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പൊ കിങ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഒരു ഡിവൈൻ മാച്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ നിങ്ങളുടെ ഫിനാൻസസ്, നിങ്ങളുടെ കരിയറുടെ കാര്യമായിരിക്കാം. എവിടെയോ നിങ്ങളുടെ കരിയറുടെ എന്തോ ഒരു ഡിസിഷന്റെ കാരണം ഇവിടെ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയോ പാസ്റ്റിനെ ആണ് മിസ് ചെയ്യണത്. പാസ്റ്റിന്റെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഗിൽട്ട് ഉണ്ട്, അതിനെക്കുറിച്ച് എന്തോ ഒരു ശരിയായില്ല എന്നൊരു വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ ആ എനർജിയിലാണ് നിങ്ങൾ ഇരിക്കണത്. നിങ്ങൾ മുമ്പോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അഡ്വൈസ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള അഡ്വൈസ് ആണ് യൂണിവേഴ്സ് തരണത്. വേൾഡ് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവണു. നിങ്ങളിപ്പോൾ പോകുന്നത് ഒരു വലിയ ബിഗിനിങ്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പുറമേ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക, റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോണേ. ആൻഡ് ഇതൊരു പുതിയ ബിഗിനിങ് കൂടിയാണ്. ഇത് ഡിവൈൻ പ്ലാൻ ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് വേണിച്ചാലും അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റ്യൂഷൻ എന്താ നിങ്ങളോട് പറയണമെന്ന് അത് കേൾക്കുക. ഓക്കെ, എവിടെയോ യൂണിവേഴ്സ് നിങ്ങളോട് പറയേണ്ടത് നിങ്ങൾ റെഡിയാണ് ഈ പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പുതിയ ബിഗിനിങ്ങിലേക്ക് മൂവ് ഓൺ ചെയ്യുക, മുമ്പോട്ട് പോവുക. ഹെർമിറ്റ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. സർപ്രൈസ് ഫാക്ടറിൽ ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. അപ്പോൾ ഈ മാസം കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ് നിങ്ങൾ, കുറെ റീസേർച്ച് ചെയ്യണ എനർജിയിലാണ് നിങ്ങൾ. എന്തോ പഠിക്കണ എനർജി, പഠിപ്പില്ല എനർജി, എന്തോ റീസേർച്ച് ചെയ്യണ എനർജി, ഇല്ലച്ചാൽ എന്തോ ഒരു ഒരു ഇഷ്യൂവിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ നോക്കണു, ഒരു പുതിയ സ്ഥലത്തിനെ റീസേർച്ച് ചെയ്യണു, അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷെ
അത് കൂടാണ്ട് ഇവിടെ ഒരു ക്വീൻ ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഒരു സെപ്പറേഷൻ, ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജി ആവാം. അതല്ല വെച്ചാൽ ഒരു സെപ്പറേറ്റഡ്, നിങ്ങളും ആരുടെയോ ഇടയ്ക്ക് ഒരു പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾക്കൊരു തീരുമാനം വരാൻ പറ്റില്ല, നിങ്ങളൊരു മ്യൂച്വലി ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. ആൻഡ് ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ് ഈ ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലാണ്. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക ചിലപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ നിൽക്കും. പക്ഷെ ഇത് കൂടെ നിൽക്കേണ്ട ഇഷ്യൂ അല്ല. ഇവിടെ പ്രശ്നങ്ങൾ വേറെ എന്തോ ആണ്. പക്ഷെ അതിൻ്റെ കാരണം ഇവിടെ ഡെഫിനറ്റ്ലി ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഔട്ട്കം നിങ്ങളുടെ 4 ഓഫ് വാൻഡ്സ് ആണ്. ഇത് ഒരു റിലേഷൻഷിപ്പിൻ്റെ തന്നെ എനർജിയാണ്, ഒരു ഗുഡ് ന്യൂസിൻ്റെ എനർജിയാണ്, ഒരു പുതിയ വീടിൻ്റെ എനർജിയാണ്. ഈ 4 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ എന്താ വെച്ചാൽ ഒരു സമയത്തിൻ്റെ ചേഞ്ച് കാണാണ്ട്, നിങ്ങളുടെ സമയം മാറുന്നുണ്ട് സാജിറ്റേറിയസ്. ഒരു നല്ല സമയം കഴിഞ്ഞിട്ട് വരാൻ പോണ സമയം ചിലപ്പോൾ അത്ര നല്ലതാവില്ല, പക്ഷെ ഒരു ചീത്ത സമയം കഴിഞ്ഞിട്ട് ഒരു നല്ല സമയം തന്നെയാണ് പറയണത്. അപ്പോൾ ഇത് ഒരു അങ്ങനത്തെ ഒരു ചേഞ്ച് ഓഫ് ലൈഫ്, ഒരു ചേഞ്ച് ഓഫ് ടൈം, അങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ഫ്ലോയിൽ പോവുക. എന്ന് വെച്ചാൽ ഇതൊരു ഡെസ്റ്റിനിയുടെ കാർഡാണ്, യൂണിവേഴ്സിൻ്റെ ഡെസ്റ്റിനിയുടെ കളിയാണ് ഇത്. അപ്പോൾ എവിടെയോ നിങ്ങൾ എത്രയും അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കണോ അത്രയും നിങ്ങൾക്ക് അത് ബ്ലോക്ക് ആവും. ഓക്കെ, അപ്പോൾ വരാൻ പോണത് നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാൻ കാണുന്നത് എല്ലാം ശരിയാവും, പക്ഷെ ഇപ്പോൾ തൽക്കാലം ഫ്ലോയിൽ പോവുക. എന്താ വരാൻ പോണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കാം, അങ്ങനത്തെ ഒരു എനർജിയിൽ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെക്കുക. എന്നുവെച്ചാൽ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താ തീരുമാനം എടുക്കണം വെച്ചാൽ ആ തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോവാം. ബാക്കി എല്ലാം കാര്യങ്ങൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ സെറ്റിൽ ആവും. ഇത് ഫെബ്രുവരിയുടെ എനർജിയേ ഉള്ളൂ. അപ്പോൾ മാർച്ചിൽ ചിലപ്പോൾ വേറെ എനർജി ആയിരിക്കാം. ആ സമയത്ത് നമ്മൾക്ക് അപ്പോൾ നോക്കാം എന്താണ് വരണേന്ന്. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇതാണ് നിങ്ങളുടെ മെസ്സേജ്. ഇവിടെ പൈസീസ് എനർജി ഉണ്ട്, ടോറസ് വെർഗോ ഉണ്ട്, പൈസീസ്, കുറെ ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി ഉണ്ട്, പൈസീസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ജെമിനായി ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? Oracle message പറയുന്നത് comfort. Show yourself some love. Be kind to yourself. A part of you needs comforting right now. Whatever unease you're feeling, it's okay. Drop expectations and seek solace. അപ്പോൾ യൂണിവേഴ്സും പറയണത് അത് തന്നെയാണ്. ഈ സമയം കുറച്ചൊരു ചാലഞ്ചിങ് സമയം ആവാം. ഡിസിഷൻസ് എടുക്കണം, ഡിസിഷൻസ് ഡിഫിക്കൾട്ടാണ് എടുക്കാൻ. എന്തോ ഒരു തീരുമാനം എടുക്കാനുള്ള അതിനും ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ കാരണം ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ്, അതൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ ഈ മാസം നിങ്ങളോട് യൂണിവേഴ്സ് കുറച്ചുകൂടി ഒരു സെൽഫ് ലവ് കാണിക്കാനാണ് പറയണത്, കുറച്ചൊരു കൈൻഡ്നെസ് കാണിക്കാൻ ആണ് പറയണത്. ആൻഡ് കംഫർട്ട് ചെയ്യുക, നിങ്ങളുടെ ഡിസിഷൻസ് എന്താണെന്ന് വെച്ചാൽ അത് ശരിയാവും എന്നൊരു ഹോപ്പ് വയ്ക്കുക. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. സാജിറ്റേറിയസ്, ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ബട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.